പ്രിയമുള്ളവരെ, സമ്പത്ത് നമ്മുടെ അടുത്ത് വന്നു ചേരാത്തതിന്റെ ഏറ്റവും വലിയൊരു കാരണം നമ്മൾ തന്നെയാണ്. നമ്മുടെ തെറ്റായ കുറെ ചിന്തകളാണ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ തെറ്റായ ചിന്ത, സമ്പത്ത് കൂടിയാൽ നമുക്ക് സമാധാനം ലഭിക്കുകയില്ല എന്നത്. രണ്ടാമത്തെ ചിന്ത, സമ്പത്ത് കൂടിയാൽ നാം തെറ്റിലേക്ക് നയിക്കപ്പെടും. മൂന്നാമത്തെ ചിന്ത, സമ്പത്ത് കൂടിയാൽ നമുക്ക് അഹങ്കാരമുണ്ടാകും. നാലാമത്തെ ചിന്ത, സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടി. ഇനി ഇങ്ങനെ തുടങ്ങി നിരവധിയായിട്ടുള്ള ചിന്തകൾ നമുക്കുണ്ട്. കാശുണ്ടാക്കാനായിട്ട് വളരെ പ്രയാസമാണ് എന്നുള്ള ഒരു ചിന്ത പലപ്പോഴും വരാറുണ്ട്, അല്ലെ? വളരെ പ്രയാസമാണ് കാശുണ്ടാക്കാൻ. അപ്പൊ അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല എന്നുള്ളതാണ്. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പേടിയായിരിക്കും. പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പേടിയായിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? പണം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു പേടിയുള്ളത് കൊണ്ടാണ്. ഇങ്ങനെയുള്ള കുറെ ചിന്തകൾ നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് സമ്പത്ത് നമ്മളിലേക്ക് വരാത്തത്. ഇനി എങ്ങനെ നമുക്ക് സമ്പത്തിനെ നിലനിർത്താം? അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ. കൃതജ്ഞതയുള്ളവരായിരിക്കുക. ഓരോ കാര്യവും നിങ്ങൾ നേടുമ്പോഴും, ഒരു ഉദാഹരണത്തിന് നിങ്ങൾ കാശുകൊണ്ട് നിങ്ങളൊരു കാര്യം നേടുമ്പോൾ നന്ദി പറയുക. കാരണം കാശുണ്ടായത് കൊണ്ടല്ലേ നമുക്കത് വാങ്ങാനും പറ്റിയത്, അല്ലെങ്കിൽ അത് നേടാൻ സാധിച്ചത്. രണ്ടാമതായിട്ട്, നിങ്ങൾ കൊടുക്കുമ്പോൾ നന്ദിയുള്ളവരായിരിക്കുക. നിങ്ങൾ ആരെങ്കിലും സഹായിച്ചാൽ നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുക. കാരണം എന്റെ കയ്യിൽ കാശുണ്ടായിരുന്നുകൊണ്ടല്ലേ എനിക്ക് ഒരാളെ സഹായിക്കുവാനായിട്ട് സാധിച്ചത്. അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നന്ദിയുള്ളവരായിരുന്നാല് തീർച്ചയായിട്ടും നിങ്ങളുടെ സമ്പത്ത് നിലനിൽക്കുകയും സമ്പത്ത് വർദ്ധിക്കുകയും ചെയ്യും. അപ്പൊ നല്ലൊരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ നിശ്ചയിക്കുന്നതാണ് നിങ്ങളുടെ വരുമാനം. 1 കോടി രൂപയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും 1 കോടി രൂപ നിങ്ങൾക്ക് മന്ത്ലി സാലറി ആയിട്ട്, മന്ത്ലി ഇൻകം ആയിട്ട് വരും. അപ്പൊ നമ്മുടെ ആഗ്രഹമാണ് 1 കോടിയോ 100 കോടിയോ 1000 കോടിയോ 2000 കോടിയോ, ഇതൊന്നും ഒരു ലിമിറ്റ് ഇല്ല. നിങ്ങളുടെ ആഗ്രഹത്തിന് ഒരു ലിമിറ്റ് ഇല്ല. എന്റെയും നിങ്ങളുടെയും ആഗ്രഹങ്ങൾക്ക് ലിമിറ്റ് ഇല്ല. നമ്മൾ എത്രത്തോളം ആഗ്രഹിക്കുന്നു എന്നതിലാണ് പ്രധാനം. പ്രിയമുള്ളവരെ, ആഗ്രഹിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. ആഗ്രഹമാണ് വേണ്ടത്. ആഗ്രഹിക്കുമ്പോൾ പ്രവൃത്തി താനേ വരും. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എന്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.